ഊട്ടിയിലേക്ക് പോകാൻ നിരവധി വഴികളുണ്ട്. പക്ഷേ ചരിത്രത്തിലൂടെയും പ്രകൃതിയിലൂടെയും സഞ്ചരിക്കുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഊട്ടി ടോയ് ട്രെയിൻ യാത്ര. മലയോരക്കാറ്റിൻ്റെ തണുപ്പും സ്റ്റീം എഞ്ചിൻ്റെ ചൂളം വിളിയും പച്ചപ്പാർന്ന ചായത്തോട്ടങ്ങളുടെ സൗന്ദര്യവും ഇതെല്ലാം ഒരുമിച്ച് അനുഭവിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും ഊട്ടി ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യണം. അപ്പോൾ എങ്ങനെയാ, ഞങ്ങളോടൊപ്പം കൂടുമല്ലേ? ഊട്ടി ടോയ് ട്രെയിൻ വിശേഷങ്ങളുമായി SM ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടില്ലേ, ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചാണ് ഈ ഒരു യാത്ര പോയത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ ഒരു ഊട്ടി യാത്ര എന്ന് പറയുന്നത്. ഫാമിലിയെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ടാസ്ക്കാണ്. നമ്മൾ ഫുൾ ഫാമിലി മെമ്പേഴ്സിനെ ഒരുമിച്ച് ചേർത്ത് എല്ലാവരുടെയും സമയവും അവൈലബിലിറ്റി എല്ലാം നോക്കി പ്ലാൻ ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. പക്ഷെ ഫൈനലി ഞങ്ങൾ ആ ടാസ്ക് വിജയിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഒരുപോലെ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി മുൻകൈ എടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. എന്നാലും ഞങ്ങൾ അങ്ങനെ ഊട്ടി യാത്ര ഫിക്സ് ചെയ്ത് ഫുൾ ഫാമിലിയും കൂട്ടി കസിൻസ് എല്ലാവരുമായിട്ട് യാത്ര പുറപ്പെട്ട ആ ഒരു സന്തോഷമാണ് എല്ലാവരും കാണുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞ് ആസ്വദിക്കുകയാണ്. അങ്ങനെ പോയ ഈ ഒരു യാത്രയിൽ 21 പേരോളം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യാത്രയിൽ അമ്മയുടെ വീട്ടിലെ കസിൻസും അമ്മായിമാരും അമ്മാവന്മാരും കൊച്ചച്ചന്മാരും എല്ലാവരും കൂടെ ചേർന്ന് 21 പേരുണ്ടായിരുന്നു. അപ്പോൾ 21 പേർക്ക് ഒരുമിച്ച് ഈ ഊട്ടി ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നതും ഒരു നല്ല ടാസ്ക്കായിരുന്നു. കാരണം നേരത്തെ ബുക്ക് ചെയ്യണം, 2 മാസം മുമ്പേ ബുക്ക് ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ എങ്ങനെ ബുക്ക് ചെയ്തത്, ഇതുപോലുള്ള കുറേ അധികം കാര്യങ്ങൾ ഈ വീഡിയോയിലുടനീളം നിങ്ങൾക്കറിയാൻ സാധിക്കും. ഞങ്ങളുടെ ഈ യാത്ര ആരംഭിക്കുന്നത് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. മേട്ടുപ്പാളയത്ത് നിന്ന് കുന്നൂർക്കുള്ള ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഊട്ടി വരെ പോകുന്നില്ല, കുന്നൂർ വഴിയേ ഉള്ളൂ. കാരണം ഞങ്ങൾ വഴിയേ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഊട്ടിയിലെ ആ ഫേമസ് ആയിട്ടുള്ള ടോയ് ട്രെയിൻ. ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ബഹളമാണ് ആൾക്കാരെല്ലാവരും. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ 1908 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാതയാണിത്. ഇന്ത്യയിൽ തന്നെ ഏക റാക്ക് റെയിൽവേ സിസ്റ്റമാണ് ഇവിടെ നിലനിൽക്കുന്നത്. 2005 ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ നീലഗിരി റെയിൽവേ. അതുകൊണ്ട് തന്നെ മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെയുള്ള ട്രാക്ക് എന്ന് പറയുന്നത് വളരെ കുത്തനെയുള്ള കയറ്റം. അപ്പോൾ ആ കയറ്റം കയറാനായിട്ട് സാധാരണ ട്രെയിനുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടി എക്സ് ക്ലാസ് സ്റ്റീം ലോക്കോമോട്ടീവ് എന്ന പ്രത്യേക സ്റ്റീം എഞ്ചിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സ്റ്റീമൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് സ്റ്റീമിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഈ ട്രെയിൻ കണ്ടുപോകുക കുറച്ച് ബോഗികൾ മാത്രമുള്ള ഒരു ട്രെയിനാണിത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ ഒരു ഗ്രൂപ്പായിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതെങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ഈ എൻജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എൻജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം എൻജിനാണ് എന്നുള്ളതാണ്. പഴയ കാലത്ത് കൽക്കരി ഉപയോഗിച്ചാണ് സ്റ്റീം എൻജിനുകൾ ഓടിച്ചിരുന്നത്. ഇപ്പോൾ പല സ്റ്റീം എൻജിനുകളും ഓയിൽ ഫയർഡ് രീതിയാണ് മാറ്റിയിരിക്കുന്നത്. കൽക്കരിയുടെ യൂസ് കുറച്ചിട്ടുണ്ട്. കൽക്കരി ഉപയോഗിക്കുന്ന മാറ്റിയിട്ട് ഇപ്പോൾ ഓയിൽ ഫയർ ചെയ്തിട്ടുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു എക്സ് ക്ലാസ് എൻജിൻ ആദ്യം നിർമ്മിച്ചത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ബ്രിട്ടീഷുകാർ ഇത് കൊണ്ടുവന്നത്. പക്ഷേ പിൽക്കാലത്ത് നമ്മുടെ നാടുകളിലും നമ്മുടെ വർക്ക്ഷോപ്പുകളിലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ വർക്ക്ഷോപ്പുകളിൽ ഈ എൻജിൻ നിർമ്മിക്കാൻ തുടങ്ങി. 1908 ബ്രിട്ടീഷുകാർ പാത നിർമ്മിച്ചെങ്കിലും ഇവിടെ സർവീസ് തുടങ്ങുന്നത് 1914 മുതലാണ്. 14 മുതൽ നീലഗിരി മലനിരകളിൽ സർവീസ് നടത്തി വരുന്ന ഈ റെയിൽവേ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ യാത്രകൾ. ഈ ട്രെയിനിൻ്റെ മറ്റൊരു പ്രത്യേകത ആദ്യം സൂചിപ്പിച്ചതാണ്. ഇന്ത്യയിലെ തന്നെ ഏക റാക്ക് റെയിൽവേ സിസ്റ്റമാണ് ഇവിടെയുള്ളത്. റാക്ക് റെയിൽവേ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എൻജിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. റാക്ക് ആൻഡ് പിനിയൻ എന്നുള്ള ആ ഒരു മോഡലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. സാധാരണ റെയിൽവേ ട്രാക്കുകൾ എന്ന് പറയുമ്പോൾ 2 ലൈനിലൂടെ പോകുമ്പോഴത്തേക്കും ഈ റെയിൽവേ ട്രാക്കിൽ മാത്രം നടുക്കൂടെ മറ്റൊരു ലൈനും കൂടെ ഉണ്ടാവും. അതിൽ ഗിയർ പല്ല് പോലെ പിടിച്ച് കുത്തനെയുള്ള കയറ്റം കയറിയാണ് ഈ ട്രെയിൻ പോകുന്നത്. വഴിയുള്ള കാഴ്ചകളിൽ അത് കാണിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ കുറേ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും
ട്രെയിൻ എടുക്കാൻ സമയമായി. അപ്പോൾ നമ്മൾ പിന്നെ പതുക്കെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു. നമ്മൾ കുറച്ച് സമയം നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് കുറേ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടുള്ള സമയം നമുക്കവിടെ കിട്ടും. 7:10 എന്ന് പറയുമ്പോൾ ഏകദേശം 7:10 കഴിയുമ്പോൾ തന്നെ ട്രെയിൻ എടുക്കും. അപ്പം അധികം വൈകാതെ തന്നെ അവിടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ കൃത്യം എടുക്കുന്നൊരു ട്രെയിൻ, ഇവിടെ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ആയതുകൊണ്ട് കറക്റ്റ് സമയത്ത് എടുക്കും. അപ്പോൾ 7 മണിക്ക് മുമ്പ് തന്നെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക. ഇതൊരു ഇവിടുത്തെ സ്റ്റീം എഞ്ചിനൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ഡീസൽ എഞ്ചിൻ കിടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു പഴയ സ്റ്റീം എഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു എഞ്ചിനും കിടക്കുന്നുണ്ട്. 2 എഞ്ചിനും ഇവിടെ കാണാം. അപ്പം ഇതൊക്കെ ഇപ്പോൾ സർവീസിലുള്ളതാണോ എന്നറിയത്തില്ല, പക്ഷേ ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അടുത്ത് പോയി കാണാവുന്നതാണ് നേരത്തെ വരികയാണെങ്കിൽ. അപ്പം ട്രെയിൻ ഇപ്പോൾ മൂവ് ചെയ്യുവാണ്. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള സ്ഥലത്താണ്. നെച്ചും ഞങ്ങളും യാത്രയ്ക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെ ആ യാത്ര ഞങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഫാമിലി ട്രിപ്പാണ്. ഞങ്ങൾ 21 പേരുള്ള ഗ്രൂപ്പാണ്. പക്ഷേ 2 ബോഗിയിലായിട്ടാണ് ഞങ്ങൾക്ക് സീറ്റുകൾ കിട്ടിയത്. അത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ 2-ലായിപ്പോയി. ഇത് മാളുവിൻ്റെ അച്ഛനും അമ്മയാണ്. ചിലരെങ്കിലും നമ്മുടെ ദുബായ് വ്ളോഗ് കണ്ടവർക്കറിയാം. അപ്പം മാളുവിൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. കൂടാതെ നമ്മുടെ കൂടെയുള്ള എൻ്റെ അച്ഛനും അമ്മയുണ്ട്. ഇവർ നമ്മുടെ വ്ളോഗിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. 2 പേരുമുണ്ട്. പിന്നെ ഈ ബോഗിയിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ ഇളയ അമ്മാവനും ഫാമിലിയാണ്. ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തെ ബോഗിയിലായിപ്പോയി. ഒരുമിച്ച് സീറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ ഇളയ അമ്മാവനും ഫാമിലിയും. അപ്പോൾ അവരും ഇതിൻ്റെ അകത്തുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തെ ബോഗിയിലാണ്. അവരെ നമുക്ക് വഴി കാണിച്ചത്. ഇപ്പോൾ ട്രെയിൻ പോകുന്ന ഒരു നോർമൽ സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ ഇനി കയറ്റം കയറാൻ തുടങ്ങും തോറും നമുക്ക് സ്പീഡ് കുറഞ്ഞു വരും. ഇപ്പോൾ കാഴ്ചകളും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാഴ്ചകളില്ല. 2 സൈഡും നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളും ചെറിയ ഗ്രാമങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ കൂട്ടത്തെ സ്ഥലങ്ങളാണ്. ആൾതാമസമൊക്കെ ഉള്ള ഏരിയകളാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മയിലിനെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ ക്യാമറയിൽ വ്യക്തമല്ല, നമ്മൾ ഗോപ്രോയിലാണ് എടുക്കുന്നത്. നമുക്ക് സൂം ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ക്ലിയറല്ല. പക്ഷേ നമുക്ക് ഇടയ്ക്ക് 2 സൈഡിലും വരുന്നുണ്ട് വ്യൂ ആയിട്ട്. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഈ പറയുന്ന മയിലിനെയൊക്കെ കാണാൻ പറ്റും. ചെറിയ കുരങ്ങന്മാരെയൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അകലെയുള്ള മലനിരകളും മാത്രമാണ് ഇപ്പോഴത്തെ കാഴ്ചയിലുള്ളത്. ഇത് ഏതോ ഗ്രാമത്തിൻ്റെ ഭാഗമാണ്, പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല. പക്ഷേ ഇവിടെയും ഈ പറഞ്ഞിട്ട് മയിലൊക്കെ തുറന്ന സ്ഥലങ്ങളിലൊക്കെ കാണാം. ഒത്തിരി മയിലിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡിലൊരു മയിലിനെ കാണുന്നുണ്ട്. 2 മയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, 2 മയിൽ അവിടെ ഇരിക്കുന്ന കാണാം. അതുകൂട്ട് നമുക്ക് 2 സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ വ്യൂവിൽ നിന്ന് മാറിപ്പോകും. നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ക്ലിയറായിട്ട് കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ സ്റ്റേഷൻ എന്ന് പറയുന്നത് കല്ലാർ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇറങ്ങാൻ, ഫോട്ടോ എടുക്കാം. നമുക്കിവിടെ ഇപ്പോൾ ഈ പറഞ്ഞ തൊട്ട് ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ കയറാനും ഇറങ്ങാനും ഒന്നും അധികം ആൾക്കാരൊന്നുമില്ല സ്റ്റേഷനുകളിൽ നിന്ന്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുന്നൂർ എത്തുന്നോടം വരെ നമ്മൾ മേട്ടുപ്പാളയത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ ടിക്കറ്റിലായിരിക്കും വരുന്നത്. അവിടം വരെ എന്തായാലും ഉണ്ടാവും. ഇവിടെ നിന്ന് ഇടയ്ക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെ ലോക്കൽസോ അല്ലെങ്കിൽ വേറെ സ്റ്റേഷനിൽ നിന്ന് കയറാനോ ആളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതാണ് ബാക്കി കസിൻസ് കേട്ടോ. ഇവരെല്ലാം ഇപ്പം അടുത്ത പോകില്ല. അപ്പോൾ ഞാൻ എല്ലാവരും ഒറ്റയടിക്ക് കാണിച്ചു തരാം. ചിറ്റയുണ്ട്, ചിറ്റയുടെ മക്കളുണ്ട്, എൻ്റെ മൂത്തമ്മാവൻ, അവരുടെ മക്കൾ, ഞങ്ങളുടെ കസിൻസ് എല്ലാ ഗ്യാങ്ങും ഉണ്ട്. എല്ലാവരും എൻ്റെ അകത്തുണ്ട്. ആളാഭീതം എല്ലാവരും പരിചയപ്പെടുത്തുന്നില്ല. അപ്പം എല്ലാവരും കൂടെ ഉള്ള യാത്രയാണ്. പക്ഷേ ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാനായിട്ട് ആകെ ഒരു പോരായ്മ തോന്നിയത് 2 ബോഗിയിലായി പോയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കല്ലാർന്ന് നമ്മൾ കയറി അവിടെ നിന്ന് വീണ്ടും തുടങ്ങി. പക്ഷേ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കയറ്റം തുടങ്ങിയാണ്. ഇപ്പോൾ ചെറുതായിട്ട് കയറ്റം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൻ്റെ പോക്ക് കാണുമ്പോൾ അറിയാം, നമുക്ക് കയറ്റത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പതുക്കെ കയറ്റത്തിലേക്ക് കൂടി വരുന്നുണ്ട്. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് ഏകദേശം 46 കിലോമീറ്ററാണ് ഈ റൂട്ടിൻ്റെ നീളം. അതിൻ്റെ അകത്ത് തന്നെ 200ഓളം വളവുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 16ഓളം പാലങ്ങളും വരുന്നുണ്ട്. 250ഓളം പാലങ്ങൾ വരുന്നുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള പാലങ്ങൾ. ഇതുകൂട്ട് മലയൊക്കെ വെട്ടി ഒതുക്കിയിട്ടുള്ള വഴികളിൽ കൂടിയാണ് പോകുന്നത്. മല ഇങ്ങനെ വെട്ടി ഒതുക്കി അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് കുഴിയായിരിക്കും. അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. അപ്പം ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഒരു
വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. വേറൊരു ട്രെയിനിൽ പോയാലും നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൻ്റെ മൂവ് ചെയ്യുന്ന സ്പീഡ് നിങ്ങൾക്ക് കാണാം, വളരെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട്. ഇതുകൂട്ടത്തെ ചെറിയ പാലം തൊട്ട് വലിയ പാലങ്ങൾ വരെയാണ്. അമ്മ അവിടെ ഇത് കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, താഴത്തേക്ക് അഗാധമായിട്ടുള്ള ഗർത്തമുണ്ട്, അതിന് മുകളിലൂടെ ചെറിയ പാലം, അത് കിടന്ന് വീണ്ടും പോകുന്നു. അപ്പോൾ ഇങ്ങനെ വളഞ്ഞാണ് പോകുന്നത്. കുറച്ച് വളരും പിന്നെ പോവും. അതുകൊണ്ട് തന്നെ ഗുഹകളുണ്ട്. ഇപ്പം ഇത് ഗുഹയല്ല, പക്ഷേ ഇങ്ങനെ മല വെട്ടി ഒതുക്കിയേക്കുന്ന കൂട്ടത്തെയാണ്. ഇതുകൂട്ടത്തെ എനിക്ക് തോന്നുന്ന ഒരു 10-16 എണ്ണവും കൂടി ഉണ്ട് വരാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളാണ്. അപ്പം ഇനി അങ്ങോട്ട് കാഴ്ചകളുടെ ഭംഗി കൂടിക്കൂടി വരികയാണ്. മല കയറും തോറും നമ്മുടെ കാഴ്ചയുടെ ഭംഗി കൂടിക്കൂടി വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ചെറിയൊരു ഗുഹയ്ക്കുള്ളിലൂടെ കേട്ടോ. ചെറിയ ഗുഹയാണിത്, പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് ഗുഹകളുണ്ട്. അപ്പം ചെറിയ ഗുഹയ്ക്കകത്ത് പറയുമ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. പിന്നെ ഇപ്പം ആദ്യത്തെ ഗുഹയായിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അതുവരെ ഇരുട്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതുകൂടി ഇപ്പോൾ ഒരു കലിങ്ങിൻ്റെ മേളിലൂടെയാണ് ചെറിയ പാലം. അങ്ങനത്തെ കുറേ അധികം ഇനി ഇങ്ങനെ വരാനുണ്ട്. കുറേ ഗുഹകളുണ്ട്, ഈ പാലങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അകലത്തെ കാഴ്ചകളുണ്ട്. ഭയങ്കര രസമാണ്. പിന്നെ ആൾക്കാർ ആദ്യമൊക്കെ എല്ലാവരും ഇരുന്ന സീറ്റ് കൃത്യമായിട്ട് ഇരുന്ന് അങ്ങനെ സാധാരണ ട്രെയിൻ യാത്ര ചെയ്യുന്ന കൂട്ട് അച്ചടക്കത്തോടു കൂടി ഇരിക്കുമായിരുന്നു. പക്ഷേ ഗുഹ വരുമ്പോഴും പാലങ്ങൾ വരുമ്പോഴൊക്കെ ഇപ്പോൾ ആൾക്കാരെല്ലാം എക്സൈറ്റ്മെൻറ്റോടുകൂടി എഴുന്നേറ്റ് വരാൻ തുടങ്ങി. ഒച്ച വെക്കാനും കാറാനും കൂവാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. കൂടുതലും മലയാളീസ് അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് വീണ്ടും അടുത്ത ഗുഹയിലേക്ക് കയറി. അപ്പം ഇങ്ങനെ കുറേ ഗുഹകൾ കയറി ആണ് പോകുന്നത്. ഇനി അടുത്ത പാലം വരുന്നുണ്ട്, നല്ല കിടിലൻ പാലം, അടിപൊളി പാലമാണ് ഇത്. നമ്മൾ പലപ്പോഴും പല ഇതിൻ്റെ അകത്തും കണ്ടിട്ടുള്ളതായിരിക്കും. ഒരു പാലം കണ്ടോ, അടിപൊളിയാണ്. ഇവിടെ നിന്ന് താഴത്തോടെ ഒരു നദി ഒഴുകുന്ന ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ യാത്രയിൽ സമ്മാനിച്ചിരിക്കുന്നത്. ഒരിക്കലും മറക്കത്തില്ലാത്ത ഒരു ട്രെയിൻ യാത്രയാണ് ഊട്ടിയിലെ ഈ ടോയ് ട്രെയിൻ യാത്ര. അതുപോലെ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, നമ്മളിവിടെ നിന്ന് ട്രിപ്പ് എടുക്കുമ്പോഴത്തേക്കും മേട്ടുപ്പാളയത്തു നിന്നുള്ള ഒരു യാത്രയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇടതുവശം ചേർന്നുള്ള സീറ്റ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം കാഴ്ചകൾ കൂടുതലും വരുന്ന ഇടതുവശത്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പുറകിൽ കാണാം എൻജിൻ തള്ളിക്കൊണ്ട് വരുന്നത്. പുറകിലാണ് ഇതിൻ്റെ എൻജിൻ ഇരിക്കുന്നത്. എൻജിൻ തള്ളി കയറ്റുകയാണ്. മറ്റ് ട്രെയിനുകളുടെ കൂട്ട് ഫ്രണ്ടിലല്ല എൻജിൻ, പുറകിൽ നിന്ന് എൻജിൻ ഇതിനെ തള്ളി കയറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മളിപ്പോൾ ഒരു അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തുമ്പോഴത്തേക്ക് നമുക്ക് എൻജിനെയൊക്കെ ഒന്ന് അടുത്ത് പോയി കാണാം. സ്റ്റീം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പം അവിടെ ഈ കുരങ്ങന്മാരുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് കുറച്ച് നേരം അവിടെ വന്നു. പിന്നെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും കയറി. എല്ലായിടത്തും ഒരു 10 മിനിറ്റോളം നമുക്ക് നിർത്തി തരും. നമുക്കവിടെ കാഴ്ചകൾ കാണാം, പുറത്തിറങ്ങാം, എല്ലാവർക്കും ഇറങ്ങാം. തിരിച്ച് എല്ലാവരും കയറിയതിന് ശേഷം മാത്രമേ ട്രെയിൻ എടുക്കത്തുള്ളൂ. പിന്നെ ഇവിടെ വേറെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സ്റ്റോപ്പുകളിലൊന്നും വേറെ ഒരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. ഇപ്പം നിർത്തിയ 2 സ്ഥലത്തും പ്രത്യേകിച്ചൊന്നുമില്ല. ചെറിയ ബാത്റൂം സൗകര്യം ഉണ്ടെന്ന് മാത്രം തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ടണൽ നമ്പർ 3ലേക്കാണ് എത്തുന്നത്. ടണലിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഈ ടണലിന് 83 മീറ്റർ നീളമുണ്ട്. അപ്പം വള്ളതിൻ്റെ അകത്ത് ഒരു അല്പം നീളമുള്ള ഇതാണെന്നാണ് തോന്നുന്നത്. ബാക്കിയൊക്കെ ചെറിയതായിരുന്നു, വെറും നിസ്സാരമായിട്ടുള്ളതുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് ഗുഹയ്ക്കകത്ത് കയറി. അപ്പോൾ ആൾക്കാർ കൂവും ബഹളവും എല്ലാം ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ്. അപ്പം എന്തായാലും വേറൊരു എക്സ്പീരിയൻസാണ്. എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ്. എല്ലാവരും നിൽക്കുന്നത് നെറ്റ് വേണ്ട എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാതെ നിൽക്കുവാണ്. ഇപ്പോൾ ഹിൽ ഗ്രോവ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് എൻജിനൊന്ന് ശരിക്കും അടുത്ത് കാണാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ സ്റ്റീമൊക്കെ വന്നുകൊണ്ടിരിക്കുക. വാട്ടറൊക്കെ അവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. നീലക്കുറിഞ്ഞി എന്നാണ് ഈ ഒരു എൻജിൻ്റെ പേര്. അതൊക്കെ ഇപ്പോഴാട്ടോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ എൻജിനൊക്കെ ഒന്ന് അടുത്ത് വന്ന് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷൻ്റെ പ്രത്യേകത ഇവിടെ കുറച്ച് കൂടുതൽ നേരം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ സമയമൊന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്തില്ല. ഇവിടെ നമുക്ക് കുറച്ച് സ്നാക്സൊക്കെ കിട്ടും.
കുറച്ച് പേർക്ക് ഇഡലി കിട്ടി, പക്ഷേ അത് പെട്ടെന്ന് തീർന്നു പോയി. ബാക്കിയുള്ളവർക്ക് അവിടെ കുറേ ചെറുകടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ശരിക്ക് നമുക്ക് അവിടെ നിന്ന് മേട്ടുപ്പാളയത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ കുറച്ച് കടിയോ അല്ലെങ്കിൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണം കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആദ്യം ചെല്ലുന്നവർക്ക് മാത്രമേ ഉള്ളൂ അത് കിട്ടത്തുള്ളൂ. അവർ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. പെട്ടെന്ന് തന്നെ തീർന്നു പോയി. ഞങ്ങളതൊക്കെ കുറച്ച് മേടിച്ച് ഞങ്ങളും കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ റിസർവ് ചെയ്തേക്കുന്ന സീറ്റുകൾ. ഇവിടുത്തെ സീറ്റ് കണ്ടില്ല, ബസ്സിലെ കൂട്ടത്തെ സീറ്റുകളാണ്, സാധാ സീറ്റുകളാണ്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് വ്യൂ കാണുന്നതിൻ്റെ അകത്ത് ഇതിൻ്റെ ജനലിൻ്റെ വലിപ്പമൊക്കെ ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെയൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ എങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആൾക്കാരെല്ലാം കയറി മൂവ് ചെയ്തു. അവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഈ സൈഡിലുണ്ട്. മേളിലൊക്കെ മലയുടെ ഈ സൈഡ് മുഴുവൻ മലയുടെ മേൽഭാഗമാണ് കാണുന്നത്. വലതുവശമാണ്, നമ്മുടെ വലതുവശത്തും എല്ലാം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ മേളിലുണ്ട്. അതുകൊണ്ട് തന്നെ കുരങ്ങന്മാരും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് മുന്നോട്ടുള്ള കുറച്ച് നേരത്തേക്ക് പ്രത്യേകിച്ച് ഒരു കാഴ്ചകളൊന്നും വലിയ എടുത്തു പറയുന്ന കാഴ്ചകളൊന്നും വന്നില്ല. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങിയിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ കാഴ്ചയുടെയൊക്കെ ഒരു വൈബ് അങ്ങോട്ട് മാറി. കാരണം കണ്ടില്ലേ, അകലേക്ക് വലിയ മലയും അതുകൊണ്ട് തന്നെ കോടയൊക്കെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയും പിന്നെ കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. കാരണം തണുപ്പ് ചെറുതായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ല അപാര വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. നല്ല അരുവികൾ ഒഴുകുന്ന സ്ഥലവും അതുകൊണ്ട് തന്നെ തേയിലത്തോട്ടങ്ങളും മലനിരകളും അകലെ കോട ഇറങ്ങി വരുന്നതും. ചില സമയങ്ങളിൽ ഈ കോട നമ്മുടെ ട്രെയിനെ വന്ന് മൂടും എന്ന് പറഞ്ഞ് കേൾക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തി. ഇത് ഒരു മെയിൻ സ്റ്റേഷൻ തന്നെയാണ്. ഈ സ്റ്റേഷൻ്റെ പേര് റണ്ണിമേഡ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. അപ്പം ഇവിടെ കുറച്ച് നേരം നമുക്ക് ഹാൾട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി നിൽക്കാം, കാഴ്ചകൾ കാണാം, ഫോട്ടോ ഒക്കെ എടുക്കാം. എല്ലാവരും ഇറങ്ങി അകലെയുള്ള ഈ തേയിലത്തോട്ടവും അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷനിൽ നിന്ന് കുറേ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ചെന്ന് നമ്മുടെ വെള്ളം ഫില്ല് ചെയ്യുന്നതാണ്. ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ വേറെ കാഴ്ച കാണുന്നതിന് അത് കാര്യമില്ല. കാരണം ഈ എൻജിൻ്റെ അടുത്ത് വന്നിട്ട് ഇത്ര സ്റ്റീം എൻജിൻ്റെ അടുത്ത് ഇതൊരു വലിയൊരു കാഴ്ച തന്നെയാണ്. സ്റ്റീമിൽ വെള്ളം നിറയ്ക്കുകയാണ്, സ്റ്റീം ഉണ്ടാക്കാനുള്ള വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് എൻജിൻ്റെ അകത്ത്. അപ്പോൾ അവർ ഓരോ സ്റ്റേഷനിലും അത്യാവശ്യം ഇങ്ങനെ വെള്ളം നിറയ്ക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യമേ വന്ന് അവർ നിർത്തുമ്പോൾ തന്നെ ഇത് ചെയ്തു തുടങ്ങും. അപ്പോൾ ഇത്തവണ ഞങ്ങളത് വന്ന് കണ്ടു. അപ്പോൾ എൻജിൻ്റെ ഒരു വലിപ്പവും അതുമൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ആൾക്കാർ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ ഒരു പ്രൗഢിയും ആ ഒരു സ്റ്റൈലാണ്, ആ കാണാനുള്ള ഒരു ലുക്കിലാണ് നമ്മൾ വീണ് പോകുന്നത്. അത് കൂട്ടത്തെ ഒരു ഭംഗിയുണ്ട് ഒരു എൻജിന്. വേറെ എങ്ങും കാണാൻ കിട്ടാത്ത ഈ ഒരു എൻജിൻ കാണണമെങ്കിൽ, ഇതിൽ കയറി യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഊട്ടിയിലെ ടോയ് ട്രെയിനിൽ ഒരു പ്രാവശ്യമെങ്കിലും കയറുക, യാത്ര ചെയ്യുക. അത് നമ്മുടെ മേട്ടുപ്പാളയത്തു നിന്ന് കൂനൂർ വരെ മാത്രമേ ഉള്ളൂ ഈ എൻജിൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ യാത്ര തന്നെ മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യുക. 100 വർഷത്തിന് മേലിൽ പഴക്കമുള്ള ഒരു റൂട്ട്, അതിലോടുന്ന ഒരു എൻജിൻ, അതുകൊണ്ട് തന്നെ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിൽ പെടുത്തിയിട്ടുള്ള ഒരു ട്രെയിൻ, അതിലെ യാത്ര, അതൊക്കെ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. എന്തായാലും ഒരു പുതിയ അനുഭവമായിരിക്കും ഇവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവുക. ഈ ട്രെയിനിൽ വരുന്ന ഫസ്റ്റ് ക്ലാസ് ബോഗിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ആകെ വ്യത്യാസം ഈ കാണുന്ന സീറ്റാണ്. ഇതൊരു നീളത്തിലുള്ള സോഫ പോലത്തെ സീറ്റാണെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെയിമാണ്. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ, ഞാൻ പറഞ്ഞ സ്റ്റേഷൻ, റണ്ണിമേഡ് റെയിൽവേ സ്റ്റേഷൻ. അടിപൊളിയാണ് കേട്ടോ. ഈ സ്റ്റേഷൻ എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ള കൂട്ട്. കാരണം നല്ല തണുപ്പ്, നല്ല കാഴ്ചകൾ, നല്ല അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന നല്ല രസമുള്ളൊരു പ്ലേസ്. പിന്നെ നേരെ ഫ്രണ്ടിലൊരു പുഴയുണ്ട്, അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒഴുകുന്ന സ്ഥലമുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ നോക്കി എല്ലാം കാഴ്ചയൊക്കെ കണ്ട് ട്രെയിൻ എടുക്കാറായപ്പോൾ കോട ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നിരുന്നാൽ ചിലപ്പം കോട വന്ന് നമ്മളെയും കൂടെ മൂടിയേനെ. അപ്പോൾ എല്ലാവരെയും ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, അപ്പോൾ ട്രെയിനിൻ്റെ പുറകിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടോട്ട് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ. അപ്പോൾ ചെറിയൊരു നദിയുണ്ട്, അതിന് കുറുകെയുള്ള പാലത്തിലൂടെയൊക്കെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ട്രെയിനിൽ ഞാൻ വിഷ്വൽസ് കാണിക്കുമ്പോൾ ഇടയ്ക്ക് ഡോറിലൊക്കെ 1-2 പേര് ഇരിക്കുന്നത് 2 സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അതൊരിക്കലും നമ്മുടെ ഇതിൽ വരുന്ന ആൾക്കാരല്ല കേട്ടോ. ഇതിൽ വരുന്ന വിസിറ്റേഴ്സ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, മറിച്ച് ഇതിൻ്റെ തന്നെ ജീവനക്കാരാണ് ആയിരിക്കുന്നത്. നമുക്കങ്ങനെ ഇരിക്കാനുള്ള അലോ ചെയ്യുന്നില്ല അവർ.
വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി കാഴ്ചകൾ. കാരണം നോക്കി അങ്ങ് അകലേക്ക് നീണ്ടു നിൽക്കുന്ന മലനിരകളും ആ മലനിരകളിൽ പടർന്നു നിൽക്കുന്ന നമ്മുടെ തേയിലത്തോട്ടവും ഒക്കെ ആകെ ഒരു നല്ലൊരു അടിപൊളി വിഷ്വൽസാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ, നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സ് കുളിർക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കയറുമ്പോൾ തൊട്ടുള്ള ആ കാഴ്ചകളും ഇതിലെ യാത്രയുമാണ്. വളരെ സാവകാശം യാത്ര ചെയ്യുന്നൊരു ട്രെയിനും കൂടി ആയതുകൊണ്ട് എല്ലാം ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇനിയൊരല്പം ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു യാത്ര തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ടൂർ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. കാരണം ഈ ഊട്ടി ട്രെയിനിലെ ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. അത് 1-2 പേർക്കുള്ള ടിക്കറ്റ് ആണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. പക്ഷേ നിങ്ങളൊരു 10-15 പേരോ 20 പേരോ ഒക്കെ ആണെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺഫേം ടിക്കറ്റ് എന്നുള്ള ആപ്പ് എടുക്കുക. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കൺഫേം ടിക്കറ്റിൽ എടുക്കുക. ഒരു 4-5 പേര് ചേർന്ന് ഒരേ സമയം ബുക്ക് ചെയ്യുക. ആ ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ 2 മാസം മുമ്പ്, ട്രാവൽ ചെയ്യുന്നതിന് 2 മാസം മുമ്പ് ആവുക. അതേകൂട്ട് തന്നെ 2 മാസം മുമ്പ് കറക്റ്റ് ഓപ്പൺ ആവുന്ന ദിവസം, ഏത് ടിക്കറ്റ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ദിവസം ഏതാണെന്ന് നോക്കി വെച്ച് 2 മാസം മുമ്പ്, ആ ദിവസത്തിന് 2 മാസം മുമ്പ് എടുക്കുക. എന്നിട്ട് അതേ ദിവസം രാവിലെ 8:10 ശേഷമായിരിക്കും ഓൺലൈൻ ടിക്കറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ആ കറക്റ്റ് ടൈം നോക്കിയിരുന്ന് 8:10 തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10-20 പേർക്കുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതും അടുപ്പിച്ച് കിട്ടും. അടുപ്പിച്ചുള്ള സീറ്റുകൾ തന്നെ കിട്ടും ഏകദേശം. അപ്പം പിന്നെ വീക്ക് ഡേയ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ടിക്കറ്റ് കിട്ടാനുള്ളതുണ്ട്. വീക്കെൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവലിൻ്റെ അവധിക്കൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും പേർക്കുള്ള ടിക്കറ്റ് കിട്ടാൻ. ഞങ്ങൾ ഇതേപോലെ 2-3 പ്രാവശ്യം ടിക്കറ്റ് കിട്ടാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞത്. അപ്പോൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളിത് വീണ്ടും ട്രെയിൻ കുറേ സ്ഥലങ്ങളിലൂടെയൊക്കെ കയറി, ഒരു ഗുഹ കയറി, പിന്നെ ഇത് റോഡ് സൈഡിലൂടെയായി ഇപ്പോൾ വരുന്നത്. സൈഡിലൂടെ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണാം. ഇത് നമ്മളിപ്പോൾ കൂനൂർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേഷനിലേക്ക്, കൂനൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ സ്റ്റീം എഞ്ചിൻ മാറ്റിയിട്ട് ഡീസൽ എഞ്ചിൻ കയറും. അപ്പോൾ നമ്മൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ഇവിടെ നിന്ന് നമ്മുടെ ബാക്കി ട്രിപ്പുകൾ പോവുക. കാരണം ഇനി അങ്ങോട്ടുള്ള ദൂരത്ത് നമ്മൾ ഈ പറഞ്ഞ എഞ്ചിൻ മാറുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കൗതുകം പോയതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നെ വീണ്ടും യാത്ര ചെയ്യാൻ ഒരുപാട് ദൂരവും ഒത്തിരി സമയം പോകും. ഇപ്പോൾ തന്നെ 10 മണിയായിട്ടുണ്ട് രാവിലെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങാനായിട്ടാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ ഈ സൈഡിൽ വണ്ടികളൊക്കെ കിടക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ KSRTCയുടെ ആനവണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എല്ലാം ഈ ട്രെയിൻ കടന്നു പോകുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. ട്രെയിനാണെങ്കിൽ വളരെ സാവകാശമാണ്. പ്രത്യേകിച്ച് ക്രോസിംഗ് കൂടെ എത്തിയതുകൊണ്ട് പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ കൂനൂർ ജംഗ്ഷനിലേക്ക്, അല്ലെങ്കിൽ കൂനൂർ ടൗണിലേക്ക് നമ്മൾ എത്തുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേഷനുള്ളത്. ഇനി നമുക്ക് സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. രാവിലെ 10 മണിയാണ്. ആൾക്കാരും വണ്ടികളും ഒക്കെ പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ട്രെയിനാണെങ്കിൽ മന്ദം കൂനൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂനൂരാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടം കൊണ്ട് തീർക്കുകയാണ്. അപ്പം ഞങ്ങൾ ഊട്ടിയുടെ ബാക്കി കാഴ്ചകൾ നമുക്ക് പിന്നീട് കാണിക്കാം. ഇപ്പോൾ ഈ ട്രെയിൻ യാത്ര മാത്രമേ ഉള്ളൂ. ഈ ട്രെയിനിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം ബൈ.